നമസ്കാരം. വില്ലേജ് ന്യൂസ് ടിവിയിലേക്ക് സ്വാഗതം. കോൺഗ്രസ് റിബിലായിരുന്ന MK വർഗീസാണ് കഴിഞ്ഞ തവണ തൃശൂർ കോർപ്പറേഷൻ മേയറായത്. വർഗീസ് കോൺഗ്രസ് മേയറായിരുന്നില്ല, മറിച്ച് CPM മേയറായിരുന്നു. ഒറ്റ സീറ്റ് കുറവുണ്ടായിരുന്ന LDF വർഗീസിനെ ദത്തെടുത്ത് മേയറാക്കുകയായിരുന്നു. കണ്ണൂർ കോർപ്പറേഷനിൽ രാകേഷ് എന്ന കോൺഗ്രസ് റിബിലും ഒരു കറുത്ത കുതിരയായി. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ റിബലുകൾ ഒരിക്കലും നിർണായകമായിട്ടില്ല. എന്നാൽ ഇക്കുറി കഥ മാറുന്ന സൂചനകളുണ്ട്. 55 സീറ്റുകളുമായി CPM ആണ് ഇവിടെ നിലവിൽ ഭരണകക്ഷി. 35 സീറ്റുകളുള്ള BJP ആണ് മുഖ്യ പ്രതിപക്ഷം. പടവലങ്ങ വളരുന്നത് പോലെ വളർന്നുകൊണ്ടിരുന്ന കോൺഗ്രസ് 10 സീറ്റുകളുമായി ഏറെ പിന്നിലുമാണ് ഉണ്ടായിരുന്നത്. ആര്യ രാജേന്ദ്രൻ എന്ന മേയറുടെ നേതൃത്വത്തിൽ CPM 5 വർഷം സുഗമമായി ഭരിച്ചു. എന്നാൽ 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 3 മുന്നണികളും കടുത്ത ആശങ്കയിലാണ്. പുറമെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും 3 മുന്നണികളും ശുഭപ്രതീക്ഷയിലല്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസ് വട്ടപൂജ്യമാകുമെന്ന തിരിച്ചറിവ് ആദ്യം തന്നെ ഗോതയിലിറങ്ങാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചു. KPCC കൂടി തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചാർജ് ആദ്യം PC വിഷ്ണുനാഥ് MLAക്കായിരുന്നു നൽകിയത്. കോൺഗ്രസിന്റെ ശോചനീയാവസ്ഥ കണ്ട് ഭയന്നിട്ടെന്തോ PC വിഷ്ണുനാഥ് ആദ്യം തന്നെ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞുമാറി. കോൺഗ്രസ് പിന്നീട് ചാർജ് നൽകിയത് സീനിയർ ലീഡറായ K മുരളീധരനായിരുന്നു. സംഘടനാ ശരീരമില്ലാതെ വെറും ആൾക്കൂട്ടം മാത്രമായ കോൺഗ്രസിനെ തൂത്തുവാരിക്കൂട്ടാൻ K മുരളീധരൻ നന്നേ പാടുപെട്ടു. എങ്കിലും മുരളീധരന് അതിന് കഴിഞ്ഞു. മുൻ MLA ശബരിനാഥിൻ്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ആദ്യം തന്നെ മത്സര രംഗത്തിറങ്ങി. സ്ഥാനാർത്ഥി നിർണയത്തിൽ മുൻകാലങ്ങളെപ്പോലെ കോൺഗ്രസിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ടായില്ല. പരാജയ ഭീതിയാകാം അതിന് കാരണം. എന്നിട്ടും കോൺഗ്രസിന് 5 റിബലുകളുണ്ടായി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സ്വയം ചുമതലയേൽക്കുന്ന കാഴ്ചയാണ് BJPയിൽ കണ്ടത്. സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയപ്പോഴേക്കും BJPയിൽ പൊട്ടലും ചീറ്റലും തുടങ്ങി. സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചിരുന്ന ആനന്ദ് K തമ്പി എന്ന RSS പ്രവർത്തകൻ സീറ്റ് കിട്ടാതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യും വരെ BJPയിലെ പ്രശ്നങ്ങൾ വളർന്നു. ഒടുവിൽ അവിടെയും സീറ്റ് നിർണയം നടന്നു. നോമിനേഷൻ പിൻവലിക്കേണ്ട സമയമെത്തിയപ്പോൾ 3 റിബലുകൾ അതിന് തയ്യാറായില്ല. എല്ലാവരെയും ഏറെ അത്ഭുതപ്പെടുത്തിയത് CPMലെ റിബലുകളുടെ രംഗപ്രവേശനമാണ്. മുൻപ് ഒരു കാലത്തുമില്ലാത്ത വിധം CPMൽ ഇത്തവണ പൊട്ടിവീണത് 5 റിബലുകളാണ്. ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ വേറെ റിബലുകളാകാൻ തയ്യാറായത് CPM നേതൃത്വത്തിൽ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന കടകംപള്ളി സുരേന്ദ്രനോടുള്ള എതിർപ്പാണ് ഇതിന് കാരണം. കടകംപള്ളി സുരേന്ദ്രൻ സ്വന്തം ഇഷ്ടത്തിന് സ്ഥാനാർത്ഥി നിർണയം നടത്തിയെന്നാണ് അവരുടെ ആരോപണം. റിബലുകളിൽ പലരും മുഖ്യധാര സ്ഥാനാർത്ഥികളെ പോലെ തന്നെ ആളും അർത്ഥവും ഇറക്കിയാണ് പ്രചരണം നടത്തിയത്. വോട്ടർമാരുടെ ചൂണ്ടുവിരലിൽ മഷി പുരണ്ടു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വോട്ടുകൾ പെട്ടിയിലായി. കണക്കുകൂട്ടുകളിലാണ് ഇപ്പോൾ 3 മുന്നണികളും റിബലുകളും. പുറത്തു പറയുന്നില്ലെങ്കിലും എല്ലാവരും കടുത്ത ആശങ്കയിലാണ്. 50-ന് മേൽ സീറ്റുകൾ ലഭിക്കുമെന്ന് പുറമെ പറയുന്നെങ്കിലും ഭരണം ലഭിക്കില്ലെന്ന് കോൺഗ്രസ് ഉറപ്പിച്ച മട്ടാണ്. 30 സീറ്റുകൾ വരെ ലഭിക്കുമെന്ന് ചില നേതാക്കൾ കണക്കുകൂട്ടുന്നെങ്കിലും 20 സീറ്റുകൾ താഴെ രാഷ്ട്രീയ നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നുള്ളൂ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 74 വാർഡുകളിൽ ലഭിച്ച ഭൂരിപക്ഷമായിരുന്നു BJPയുടെ സ്വകാര്യ അഹങ്കാരം. അതിൻ്റെ ബലത്തിൽ അധികാരത്തിലേറാൻ കഴിയുമെന്ന വിശ്വാസമാണ് സ്വയം ചുമതലയേൽക്കാൻ രാജീവ് ചന്ദ്രശേഖരെ പ്രേരിപ്പിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഉച്ചസ്ഥായിലെത്തിയപ്പോൾ അവരുടെയും ഉള്ളൊലിഞ്ഞു തുടങ്ങി. 69 സീറ്റുകൾ വരെ നേടുമെന്നാണ് അവകാശവാദം. എന്നാൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്ന പ്രതീക്ഷ മാത്രമേ ഇപ്പോഴുള്ളൂ എന്നാണ് വിവരം. 55 സീറ്റുണ്ടായിരുന്ന CPMന് 70 സീറ്റ് വരെ കിട്ടുമെന്നാണ് അവകാശവാദം. എന്നാൽ 55-ൽ നിന്ന് താഴേക്ക് പോകുമെന്നാണ് ജില്ലാ സെക്രട്ടറിയുടെ കണക്കുകൂട്ടൽ. അത് 50-ന് താഴേക്ക് പോകുമോ എന്നാണ് പാർട്ടിയെ ഭയപ്പെടുത്തുന്നത്. അങ്ങനെ പോയാൽ എത്ര വരെ പോകും? CPMനെയും അനിശ്ചിതത്വത്തിലാക്കുന്നത് ഇതാണ്. 3 മുന്നണികളുമായി പ്രധാനമായും പറയാനുണ്ടായിരുന്നത് 13 റിബലുകളാണ്. ഇവരിൽ ആരെങ്കിലും ജയിക്കുമോ? അതോ ഇവരുടെ അവകാശവാദം കൊള്ളയാണോ? ചിലർക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടൽ. എന്നാൽ 2 പേർക്ക് നേരിയ വിജയ സാധ്യതയും ഇവർ കാണുന്നുണ്ട്. ഒരു മുന്നണിക്കും ഒറ്റയ്ക്കും ഭൂരിപക്ഷം കിട്ടാനിടയില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അങ്ങനെ വന്നാൽ 2 റിബലുകൾ ജയിച്ചാൽ കൃത്യമായ കച്ചവടമായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ കാണാൻ പോകുന്നത്. CPMും BJPയും തമ്മിലായിരിക്കും മത്സരം നടക്കാനിട. BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ CPMന് കോൺഗ്രസ് പിന്തുണ നൽകാനിടയുണ്ട്. അങ്ങനെ വന്നാലും റിബലുകൾക്ക് വിലയുണ്ടായിരിക്കും. വന്നില്ലെങ്കിൽ റിബലുകളുടെ വില കുത്തനെ ഉയരും. അത് പൊന്നിൻ വില ആയിരിക്കില്ല, രത്നവിലയായിരിക്കും. CPMനും BJPക്കും അധികാരത്തിനും പണത്തിനും ഒട്ടും കുറവില്ല. റിബലുകളാണ് നിർണായകമാകുന്നതെങ്കിൽ ഏതറ്റം വരെയും വിലവയ്ക്കാൻ ഇരു പാർട്ടികളും തയ്യാറാകുകയും ചെയ്യും. ഏതെങ്കിലും മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുമോ? അതോ തൂക്കുസഭയാകുമോ? റിബലുകൾ ജയിക്കുമോ? അവർ കറുത്ത കുതിരകളാകുമോ? ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക്
കാണാനാകും. കൂടുതൽ വാർത്താവിശേഷങ്ങൾ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.